എൻ്റെ പേര് ജസ്നെറ്റ് പോൾ. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നത്. ഞങ്ങൾ കഴിഞ്ഞ 7 വർഷമായിട്ട് ഷാർജയിലാണ് താമസിക്കുന്നത്. അപ്പോൾ 5 വർഷത്തിന് മുന്നേ ഞങ്ങൾക്ക് ഹസ്ബൻഡിന് ഒരു ഡ്രൈവിംഗ് ലൈസൻസിന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിനുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നുമില്ല. UAE-യിലുള്ളവർക്കറിയാം, നമുക്ക് ഫസ്റ്റ് ടെസ്റ്റിലൊന്നും പാസ്സാകത്തില്ല. അതിനുവേണ്ടി ഒത്തിരി നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞങ്ങൾക്ക് അതിനുള്ള ഒരു വരുമാനമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ എല്ലാ ദിവസവും ഞങ്ങൾ അവിടെ കുർബാനയ്ക്ക് പോകുന്നവരായിരുന്നു. അപ്പോൾ ഓരോ നിത്യകുർബാന ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചി കൃപാസനത്തിലുള്ള പത്രം അവിടെ കൊടുക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് 5 വർഷം മുന്നെയാണ് കൃപാസനത്തിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. അപ്പോൾ ഈ ചേച്ചി എൻ്റെ കയ്യിൽ പത്രം തന്നു. ഇത് മേടിച്ചിട്ട് ഞാൻ വീട്ടിൽ വന്നു ഇത് വെച്ച് ഓരോ സാക്ഷ്യങ്ങൾ വായിക്കുമായിരുന്നു. വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഇതുപോലെ എനിക്കും ഒരു സാക്ഷ്യം പറയാനായിട്ട് നീ അവസരം തരണം. അങ്ങനെ ഞങ്ങൾ ആ ഡ്രൈവിംഗ് ടെസ്റ്റിനായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുമായിരുന്നു. ആ സമയത്ത് ഈ പത്രം കിട്ടിയതിന് ശേഷമാണ് ഞങ്ങളോട് ഒരു ഫ്രണ്ട് വഴി പറയുവാണ്, പോൾ, നിനക്ക് ഇന്ത്യൻ ലൈസൻസ് ഉണ്ടെങ്കിൽ നിൻ്റെ അബുദാബി വിസ ആയതുകൊണ്ട് ഒരു ഗോൾഡൻ ചാൻസ് ഉണ്ട്. അത് ഒറ്റൊരു ചാൻസാണ്. ഒരേ ഒരു ടെസ്റ്റ് മാത്രം കൊടുത്താൽ മതി. സാധാരണ ഒരു 7-8 ടെസ്റ്റ് ഉണ്ടാകും, പക്ഷേ ഇതിൽ ഒരേ ഒരു ടെസ്റ്റ് കൊടുത്താൽ മതി. ആ ടെസ്റ്റ് പാസ്സാകുവാണെങ്കിൽ ഒരു നാട്ടിൽ 50,000 രൂപയെ ചിലവുള്ളൂ, നിനക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടും. അപ്പോൾ ഹസ്ബൻഡ് അത് വന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി. അപ്പോൾ ഞങ്ങൾ ഒരുങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ കൃപാസന പത്രം കിട്ടിയല്ലോ, അതിലെ സാക്ഷ്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഞാൻ മാതാവിനോടും പറഞ്ഞു, മാതാവേ, ഞങ്ങൾക്കും ഇതുപോലെ സാധിക്കണം. അങ്ങനെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, ഈ മാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങി. ടെസ്റ്റിൻ്റെ അന്ന് ഹസ്ബൻഡ് അബുദാബിക്കാണ് പോയിരിക്കുന്നത്. അപ്പം ഞാൻ ഷാർജയിലാണ്. അപ്പം ഞാൻ പറഞ്ഞു, പോളിച്ചാൻ ടെസ്റ്റിന് പോയിക്കോ, ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുറേ കഴിഞ്ഞപ്പം ഹസ്ബൻഡ് വിളിച്ച് വളരെ വിഷമത്തോടെ പറഞ്ഞു, മോളെ, ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്നു, പക്ഷേ അവർ പറഞ്ഞത് ലെഫ്റ്റിലോട്ട് എടുക്കാനായിരുന്നു. ഞാനത് നന്നായിട്ട് ശ്രദ്ധിച്ചില്ല. അപ്പം ഞാൻ റൈറ്റിലോട്ട് എടുത്തു. അപ്പോൾ അവരെന്നോട് ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, നീ ഇറങ്ങിക്കോ, നീ അശ്രദ്ധയാണ് കാണിച്ചേ, നിന്നോട് ഇന്ന വഴിയിലല്ലേ എടുക്കാൻ പറഞ്ഞു, ഇപ്പം എന്തിനാ നീ ഇതിലോട്ട് എടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഇറക്കി. അപ്പോൾ ആൾക്കറിയാം, അവിടെയുള്ളവർക്കറിയാം അവിടുത്തെ റൂൾ അനുസരിച്ച് അങ്ങനെയുണ്ടെങ്കിൽ പിന്നെ ഇനി നമുക്ക് മുന്നോട്ടില്ല, അത് ഫെയിലാണ്. അപ്പം ഞങ്ങൾക്ക് മുന്നേ ഉള്ളവർക്കും ഞങ്ങളുടെ ശേഷം കഴിഞ്ഞ എല്ലാവർക്കും പാസ് എന്ന് പറഞ്ഞിട്ട് ഒരു മൊബൈലിൽ മെസ്സേജ് വരും. ഞങ്ങൾക്ക് അത് എത്ര ടൈം കഴിഞ്ഞിട്ട്, ഞങ്ങളുടെ ശേഷം കഴിഞ്ഞവർക്കും വന്നു, ഹസ്ബൻഡിന് വന്നില്ല. അപ്പോൾ അച്ചായൻ വിളിച്ച് വളരെ വിഷമത്തോടെ കരഞ്ഞു. ഞാനപ്പോൾ പറഞ്ഞു, അച്ഛാ പേടിക്കണ്ട, ഈ മാതാവിനോടല്ലേ നമ്മൾ പ്രാർത്ഥിച്ചേ, ഈ മാതാവ് പോളിച്ചാനെ ജയിപ്പിച്ചിരിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഈ മുട്ടുകുത്തി. അപ്പോൾ കൃപാസന മാതാവിൻ്റെ ഫോട്ടോ ഒന്നുമില്ല, ഈ പത്രം മാത്രമേ ഉള്ളൂ. പത്രത്തിൽ മാതാവിൻ്റെ ഫോട്ടോയുണ്ട്. ഞാൻ പറഞ്ഞു, മാതാവേ, നിന്നെക്കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ല, ഈ പത്രം വഴിയാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ നിന്നിൽ ഞാൻ വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ, നിനക്ക് ശക്തിയുണ്ടെങ്കിൽ, എൻ്റെ ഹസ്ബൻഡിന് ഫെയിലായി എന്ത് പറ്റി എന്നൊന്നും എനിക്കറിയണ്ട, പക്ഷേ കുറച്ച് സമയത്തിനുള്ളിൽ ഞാനിവിടെ ഒരു മുട്ടുകുത്തി ഒരു ജപമാല എത്തിക്കും. ആ 5 രഹസ്യം കഴിയുമ്പോൾ ഞങ്ങൾക്ക് മെസ്സേജ് വരണം ഹസ്ബൻഡ് പാസ്സായി എന്നുള്ളത്. അങ്ങനെ ഞാനിത് പുള്ളിയോട് വിളിച്ച് പറഞ്ഞു, പോളിച്ചാൻ, ഞാനിതിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുക, പോളിച്ചാനും കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞു അവിടെ. അങ്ങനെ ഞാൻ മുട്ടിന്മേലിരുന്ന് ഈ പത്രവും അടുത്ത് വെച്ച് മാതാവിനെ നോക്കി കൊന്ത ചൊല്ലിയിട്ടിരുന്നു. 5ാമത്തെ രഹസ്യം കഴിഞ്ഞതും ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ, എൻ്റെ മൊബൈലിലോട്ട് മെസ്സേജ് വന്നു, എൻ്റെ ടെസ്റ്റ് പാസ്സായി. പ്രൈസ് ദി ലോർഡ്. അന്നാണ് ഞാൻ മാതാവിനോട്, ഈ കൃപാസന മാതാവിനോട് ഭയങ്കര ഒരു ഭക്തിയിലാകുന്നത്. അതിനുശേഷം എൻ്റെ ഓരോരോ കുഞ്ഞു കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കുമായിരുന്നു. പിന്നെ കുറച്ച് അങ്ങനെ പെട്ടെന്ന് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. പിന്നെ ഒരു 5 ഇയേഴ്സ് അവിടെ വർക്ക് ചെയ്തു. ഒരു 8 മന്ത്സ് ബാക്ക് എൻ്റെ ഹസ്ബൻഡിന് അവിടെയുള്ള ഒരു ജോലി നഷ്ടപ്പെട്ടു.
അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കുടുംബത്തോടെ നാട്ടിലോട്ട് വരേണ്ട ഒരവസ്ഥ. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അങ്ങനെ പക്ഷെ അതിനുശേഷം മാതാവിനെക്കുറിച്ച് ഒത്തിരി അറിഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഓൺലൈനിൽ കൂടി ഒരു ഉടമ്പടിയുണ്ട്, അതെടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഓൺലൈനിൽ കൂടി ഒരു ഏപ്രിൽ മാസത്തിൽ ഉടമ്പടി മാർച്ച് മാസം ഡേറ്റ് ഓർക്കുന്നില്ല, മാർച്ച് മാസം ഫസ്റ്റ് വീക്ക് ഞാൻ ഓൺലൈനിൽ കൂടി ഉടമ്പടി എടുത്തിട്ട് നിയോഗം വെച്ചത് എൻ്റെ ഹസ്ബൻഡിന് ഏപ്രിൽ 1 മാസം, കാര്യം ഞങ്ങൾക്കിനി 1 മാസം കഴിഞ്ഞാൽ ആളുടെ ജോലി ടെർമിനേറ്റ് ചെയ്ത് പീരീഡ് കഴിയും. അപ്പോൾ ഞങ്ങൾക്ക് നാട്ടിലോട്ട് വരണം. ആ 1 മാസത്തിനുള്ളിൽ ഇപ്പോൾ ഹസ്ബൻഡിന് ഉള്ളതിനേക്കാളും കൂടുതൽ ശമ്പളം ഞാൻ അതിലൊരു എമൗണ്ട് സാലറി ആയിട്ട് എഴുതിയിട്ട് ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ദുബായിലാണ് ഇതുവരെ ജോലി ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഷാർജയിൽ ജോലി വേണം, കാരണം ഷാർജയിലാണെങ്കിൽ ഹസ്ബൻഡിന് പോയി വരാം, ഞങ്ങൾക്ക് പള്ളിയിലൊക്കെ പോകാം, ബുദ്ധിമുട്ടില്ല. അങ്ങനെ ഞാൻ മാതാവിനോട് എഴുതി. വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വിശ്വാസമുണ്ട്, എന്നാൽ പകുതി സംശയത്തിലുമായിരുന്നു എഴുതിയത്. അപ്പം ഞാൻ ആ എമൗണ്ടും എഴുതി, ഇന്ന ഡേറ്റും ഇട്ട് ഇന്ന സ്ഥലത്തിൽ ജോലി വേണമെന്നും എഴുതി. അത് എഴുതി 1 മാസം കഴിയുന്നതിന് മുന്നേ ആ ജോലി ടെർമിനേഷൻ ഡേറ്റ് ഞങ്ങളുടെ വിസ എല്ലാം തീരുന്നതിന് മുന്നേ ഞങ്ങൾ ഒത്തിരി അടുത്ത് മുട്ടി നോക്കി, ഒരു വാതിലും തുറന്നില്ല. ഒരു ദിവസം ഞങ്ങൾ ഇന്ന് വരെ ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ആരോ ഒരു വ്യക്തി ഞങ്ങളെക്കുറിച്ച് അറിയുകയും അവർ ഞങ്ങളുടെ മൊബൈൽ നമ്പർ ആരുടെ അടുത്തുനിന്നോ മേടിച്ചു. എന്നിട്ട് ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പോളല്ലേ, ജോലി നഷ്ടപ്പെട്ടിരിക്കുവാണോ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു അതേന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നിങ്ങളുടെ ഒരു CV തന്നേക്കെന്ന് പറഞ്ഞു. അങ്ങനെ CV കൊടുത്തു. ആ സമയത്തിനുള്ളിൽ ആ CV ഞാൻ ഫോർവേഡ് ചെയ്തു. വിത്തിൻ ആ ഡേയ്സിനുള്ളിൽ പോളച്ചാന് ഞങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും അപ്പുറം ഏറ്റവും നല്ല ഒരു മറൈൻ ഫീൽഡിൽ ഒരു പുതിയൊരു സെക്ടറിൽ ഞാൻ എഴുതിയ ആ ശമ്പളം 1 രൂപ അങ്ങും പോയില്ല ഇങ്ങും പോയില്ല. അതേ ശമ്പളത്തിൽ ഞാൻ എഴുതിയ ഷാർജയിൽ ആ സാലറി തന്ന് അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അതിനുശേഷം 3ാമത് ഞങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, എൻ്റെ മമ്മി സുഖമില്ലാതെ കുറേ ശാരീരിക അസ്വസ്ഥതകളൊക്കെ ആയിട്ട് ട്രിവാൻഡ്രം അനന്തപുരി റിസർച്ച് സെൻറ്ററിൽ അഡ്മിറ്റായിരുന്നു. അപ്പോൾ അഡ്മിറ്റ് ചെയ്തപ്പോൾ ഡോക്ടേഴ്സ് 95% മമ്മിക്ക് ക്യാൻസർ ആണെന്ന് ഡൗട്ട് ചെയ്തു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്കൊരു ബയോപ്സി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ നിന്ന് അനിയനും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഇങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. ഞാൻ പറഞ്ഞു ധൈര്യമായിട്ടിരിക്കുക, നീ മാതാവിനോട് പ്രാർത്ഥിക്കുക, ഞാനും ഇവിടെ പ്രാർത്ഥിക്കാം, മാതാവ് എല്ലാം ശരിയാക്കി തരും. അങ്ങനെ ഞാനും ഹസ്ബൻഡും മക്കളും മമ്മീനെ ബയോപ്സിക്ക് എടുക്കുന്ന സമയത്ത് ഞങ്ങൾ മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിച്ചു. ആ ബയോപ്സി റിപ്പോർട്ട് 1 വീക്ക് കഴിഞ്ഞപ്പോഴാണ് വന്നത്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ എൻ്റെ മമ്മിക്ക് എന്തായിരുന്നിരുന്നാലും ക്യാൻസർ എന്ന ഒരു അസുഖം വരാൻ പാടില്ല, അത് മാതാവ് എടുത്ത് മാറ്റണം. അങ്ങനെ മാറ്റിയാൽ ഞാൻ അമ്മയുടെ മുന്നിൽ നേരിട്ട് വന്ന് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ബയോപ്സി റിസൾട്ട് വന്നപ്പോൾ മമ്മിക്ക് ക്യാൻസറിൻ്റെ ഒരംശം പോലും ബോഡിയിലുണ്ടായിരുന്നില്ല. എങ്കിലും ഡോക്ടറിന് വീണ്ടും ഡൗട്ടായിരുന്നു. അവർ വീണ്ടും ഒരു ബയോപ്സി എടുത്തു വേറെ പാർട്ടിന്ന്. അതിൻ്റെയും റിസൾട്ട് നോർമലായി വന്നു. എന്നിട്ടും ഡോക്ടേഴ്സിന് സംശയം തീർന്നില്ല. അവർ 3ാമത് കൊളോനോസ്കോപ്പി ചെയ്തു. എന്നിട്ട് അവിടെ യൂട്രസിൻ്റെ ഭാഗത്ത് നിന്ന് എടുത്തു. ആ 3 ബയോപ്സിയിലും മമ്മിക്ക് ക്യാൻസറിൻ്റെ ഒരംശവുമില്ല, ഒരു ചെറിയൊരു അൾസറിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് വന്നു. അത് മാതാവ് എനിക്ക് ഈശോ വഴി ചെയ്ത് തന്ന വലിയൊരു അനുഗ്രഹമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് 26-ാം തീയതി ലാസ്റ്റ് ഫെബ്രുവരി 25-ാം തീയതി ഞാൻ നേരിട്ട് ഒറ്റയ്ക്ക് ഇവിടെ വന്നു, കൃപാസനത്ത് വന്നു. കാര്യം മമ്മിയുടെ ആ ഒരു സാക്ഷ്യം പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പം ജോലി കിട്ടിയ സാക്ഷ്യമുണ്ട്. അപ്പം ഞാൻ മാതാവിനോട് നേരിട്ട് വന്ന് ഉടമ്പടി എടുക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ നേരിട്ട് ഫെബ്രുവരി 25-ാം തീയതി ഞാൻ ഒറ്റയ്ക്ക്, ഇവരൊക്കെ ഗൾഫിലായിരുന്നു, ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ വന്നു തീർത്ഥാടന ഉടമ്പടി എടുത്തപ്പം എൻ്റെ കുഞ്ഞിലേ മുതലുള്ള ആഗ്രഹമായിരുന്നു എനിക്ക് ഫാമിലിയോട് കൂടി UK സെറ്റിൽ ചെയ്യണം. അപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാനും ഹസ്ബൻഡും അതിനു വേണ്ടി ഞാൻ ഒരുപാട് ഏജൻസി കയറി ഇറങ്ങി ഒത്തിരി എടുത്ത് നടന്നു. പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ബാക്കിയുള്ള കുറേ പ്രൊസീജിയേഴ്സും കാരണം
ഞങ്ങൾക്ക് ഒരിക്കലും പോകാൻ പറ്റത്തില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എല്ലായിടത്തും ഫിനാൻസ് ഒരു പ്രോബ്ലം ആയിരുന്നു, ബാക്കിയുള്ള പ്രൊസീജിയേഴ്സും. അത് കഴിഞ്ഞ് 2 മക്കളുണ്ടായി, ഒരു മോളുണ്ടായപ്പോൾ വീണ്ടും ട്രൈ ചെയ്തു, ഒന്നും പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഈ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ വെറുതെ ഒരു നിയോഗം മാതാവിനെ എഴുതി വച്ചു, ഇങ്ങനെ ആഗ്രഹം ഉണ്ടെന്ന്. ആ ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം എൻ്റെ UK ഒരു ഏജൻസി എന്നെ കോണ്ടാക്റ്റ് ചെയ്യുകയും എനിക്ക് ഒരു കോളേജ് എല്ലാം ഓക്കെ ആക്കി തരാമെന്ന് പ്രോമിസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ എനിക്ക് പെട്ടെന്ന് തന്നെ ഉടമ്പടി എടുത്ത് വിത്തിൻ 2 മന്ത്സിനുള്ളിൽ എനിക്ക് എല്ലാ പേപ്പർ വർക്കുകളും ഫാസ്റ്റായിട്ട് നടക്കുകയാണ് ചെയ്തത്. ഞാൻ പോലും അറിഞ്ഞില്ല. ഇതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായത് ഇൻ്റർവ്യൂ ആയിരുന്നു. ഒരു മെയിൻ ഇൻ്റർവ്യൂ അവർ ഡയറക്റ്റ് എന്നെ സ്കൈപ്പ് വഴി ഇൻ്റർവ്യൂ ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. എനിക്ക് ലാംഗ്വേജൊക്കെ നന്നായിട്ട് അറിയാം, ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് അറിയാം. അപ്പോൾ ഹസ്ബൻഡിനും എൻ്റെ മൂത്ത മോൾക്കും എന്നിൽ ഭയങ്കര ട്രസ്റ്റാണ്. മമ്മ പോയാൽ വിത്തിൻ 1 മിനിറ്റിൽ എല്ലാം പാസ്സായിട്ട് വരും. കാര്യം മമ്മയ്ക്ക് അതിനുള്ള കഴിവുണ്ട്. അപ്പം ഞാനും അങ്ങനെ അഹങ്കരിച്ചു. എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും പറഞ്ഞു, ജസ്നെറ്റ് എന്തിനാ പേടിക്കുന്നത്, ജസ്നെറ്റിന് പക്കയായിട്ട് കിട്ടും. അപ്പം ഞാനും അങ്ങനെ അതിൽ അഹങ്കരിച്ചു. ഫസ്റ്റ് ഇൻ്റർവ്യൂ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് അവരുടെ സിസ്റ്റത്തിൽ പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് അത് എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. അപ്പം എനിക്കവർ വേറൊരു ഡേറ്റ് തന്നു. അപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര അപ്സെറ്റായി. അത് കഴിഞ്ഞപ്പോൾ അവർ സെക്കൻഡ് ഇൻ്റർവ്യൂ തന്നിട്ട് എൻ്റെ പേര് പറയാൻ പറഞ്ഞപ്പോൾ, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു പേര് പറയാൻ പോലും എന്നെക്കൊണ്ട് പറ്റിയില്ല. നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാം, എല്ലാം അറിയാം. പക്ഷേ എന്നെക്കൊണ്ട് മൈ നെയിം ഈസ് ജസ്നെറ്റ് പോൾ എന്ന് പറയാൻ എനിക്ക് പറ്റിയില്ല. അത്രയൊരു പേടിയും വിറയലും ഒക്കെയായിരുന്നു. ആ ഇൻ്റർവ്യൂ ഞാൻ ഫെയിലായി. ഞാൻ അവിടെ കമന്ന് കിടന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞു കഴിഞ്ഞപ്പോൾ മാതാവിൻ്റെ ഈശോയുടെ ഒരു ബോധ്യം എനിക്കുണ്ടായി. ഞാൻ എന്നെ തന്നെ എളിമപ്പെടുത്തണം. കാരണം എൻ്റെ ബുദ്ധിയിൽ ഞാൻ ആശ്രയിച്ചു എനിക്ക് പോയ ഉടനെ ഇൻ്റർവ്യൂ പാസ്സായി വരാമെന്നുള്ളത്. ഞാൻ ആ അവസ്ഥയോർത്ത് ഈശോയുടെ മാതാവിനോട് മാപ്പ് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇനി എൻ്റെ ബുദ്ധിയിൽ ഒന്നും സംഭവിക്കത്തില്ല. എൻ്റെ ഹസ്ബൻഡിനോടും മകളോടും ഞാൻ വിളിച്ചു പറഞ്ഞു, നിങ്ങളും ഈശോയോട് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കണം. നിങ്ങളും വിചാരിച്ചിട്ടുണ്ട് മമ്മയ്ക്ക് ഇതെല്ലാം പറ്റുമെന്ന്, നിങ്ങളും അതിന് സോറി പറയണം. എന്നെക്കൊണ്ട് ഇനി പറ്റത്തില്ല. എനിക്ക് മനസ്സിലായി ഈ ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല എന്ന്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ എളിമപ്പെടുന്നു, ഇനി എന്നെക്കൊണ്ട് എൻ്റെ ബുദ്ധി കൊണ്ട് ഒരു വാക്ക് പോലും പറയാൻ പറ്റത്തില്ല. ഈ ഇൻ്റർവ്യൂ എൻ്റെ ലാസ്റ്റ് ചാൻസാണ്. ഇതിൽ ഞാൻ ഫെയിലായാൽ ഇത്രയും ഞാൻ സ്പെൻഡ് ചെയ്തത് എൻ്റെ സ്വപ്നം എല്ലാം പോകുക ചെയ്യുന്നത്. നിൻ്റെ ഒരു സാക്ഷിയാക്കി എന്നെ മാറ്റണമേന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് 3ാമത്തെ ഇൻ്റർവ്യൂ ഇരുന്നപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ ഇരിക്കുന്ന ചെയറിലും ആ ചുവരിന് 4 ചുറ്റും ഉടമ്പടി തൈലം കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ കുരിശു വരച്ചു. എന്നിട്ട് അത്രയും നാളും ഉടമ്പടി കാശുരൂപം ഞാൻ കയ്യിൽ മുറുകെ പിടിച്ചിരുന്നില്ല. പല സാക്ഷ്യങ്ങളിലും ഞാൻ കേട്ടപ്പോൾ അവർ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴെല്ലാം ഉടമ്പടി കാശുരൂപം കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്നതായിട്ട് ഞാൻ കേട്ടു. അന്ന് ആദ്യമായിട്ട് ഞാൻ ആ ഉടമ്പടി കാശുരൂപം എടുത്ത് മുറുകെ കയ്യിൽ പിടിച്ചു. എന്നിട്ട് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞു, അമ്മയുടെ മടിയിൽ ഞാൻ ഇരിക്കുവാണ്, അമ്മയുടെ അധരങ്ങളിൽ കൂടി അമ്മ സംസാരിക്കണം. ഞാൻ എന്ത് പറയുന്നുവോ അവരെന്ത് ചോദിക്കുന്നുവോ അതിനൊക്കെ ഞാനല്ല മറുപടി പറയേണ്ടത്, അമ്മ പറയുന്നതായിരിക്കണം അവർ കേൾക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഇൻ്റർവ്യൂ നടന്നു, പറയാൻ പറ്റി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വിത്തിൻ 1 വീക്ക് അവർ റിസൾട്ട് തന്നു. ഞാൻ ക്ലിയർ ചെയ്തു, പാസ്സായി എന്ന് പറഞ്ഞത്. അങ്ങനെ പ്രൈസ് ദ ലോർഡ്. അപ്പം എൻ്റെ ബുദ്ധിയിൽ ഞാൻ ആശ്രയിച്ചപ്പോൾ വളരെ വലിയ ഒരു ഫെയിലാണ് എൻ്റെ ജീവിതത്തിലുണ്ടായത്. അപ്പോൾ മാതാവ് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടപ്പോൾ മാതാവിൻ്റെ മെറിറ്റ് അല്ല, എൻ്റെ മെറിറ്റ് അല്ല, മാതാവിൻ്റെ മെറിറ്റും ഗ്രേസും ഒക്കെ ആയിട്ട് എനിക്ക് കിട്ടി. പിന്നെ വിത്തിൻ 2 മന്ത്സിൽ എനിക്കെല്ലാം റെഡിയായി. ഇപ്പം എൻ്റെ വിസ എൻ്റെ കയ്യിൽ കിട്ടി. മെയ് 1st വീക്കിൽ എനിക്ക് പോകേണ്ടതാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെയും മക്കളുടെയും വിസയ്ക്ക് ഞാൻ അപ്ലൈ ചെയ്തു. അത് വിത്തിൻ ദിസ് വീക്ക് തന്നെ അവരുടെ വിസയും കിട്ടും. അപ്പോൾ ഇതെല്ലാം എൻ്റെ മാതാവ് തിരുക്കുമാരൻ വഴി എനിക്ക് സാധിച്ചു തന്ന് എൻ്റെ ജീവിതത്തിലെ വലിയ അനുഗ്രഹമാണ്.
പിന്നെ ഏറ്റവും വലിയ അനുഗ്രഹം ഈ അൾത്താരയിൽ കയറി നിന്ന് കുടുംബത്തോടെ സാക്ഷ്യം പറയുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. എല്ലാ ഉടമ്പടി ധ്യാനവും കേൾക്കും, എല്ലാ സാക്ഷ്യങ്ങളും കേൾക്കുമ്പോൾ ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, മാതാവേ, എനിക്കും എൻ്റെ കുടുംബത്തിനും ഈ അൾത്താരയിൽ കയറി നിന്ന് നിന്നെപ്പോലെ, ഇതുപോലെ ഓരോ മക്കളെയും പോലെ നിൻ്റെ സാക്ഷിയാക്കി മാറ്റണം. അത് ഇന്ന് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. എല്ലാം കിട്ടുന്നതിനേക്കാളും വലുതായിട്ട് ഈ അൾത്താരയിൽ കയറി നിന്ന് ഈശോനെ മാതാവിനെ ഉയർത്തിപ്പിടിച്ചതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. ഫിലിപ്പി 4:19 ഇപ്രകാരം പറയുന്നു, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഈ വചനത്തിൻ്റെ ശക്തിയാണ് പരിശുദ്ധ അമ്മ മാതാവ് ഞങ്ങൾക്ക് തന്ന ഈ അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ.